ഡയലോഗ് അടിച്ചു. നീ പറഞ്ഞോ, നിന്റെ സൗണ്ട് അത്ര വലിയ ഗാംഭീര്യല്ലോ. നീ പറയടാ. വണ്ടി ഇഞ്ചിനോ നിന്റെ സൗണ്ടിന് നല്ലൊരു ഗാംഭീര്യം. നീ എന്നെ ആക്കല്ലേ. നല്ല സത്യം. നീ അന്യതാണടാ, നീ അന്യതാണ്. നീ പറഞ്ഞു പറഞ്ഞു. വണ്ടി ഓഫ് ചെയ്ത വണ്ടിയാണ്. സ്പീഡ് കാണിക്കുന്നില്ല. എഞ്ചിൻ ഓഫായ വണ്ടി പോകുന്ന സ്പീഡ് കണ്ടോ. വണ്ടി ന്യൂട്രലാണ്, ഒന്നുമില്ല. കാലെല്ലാം എടുത്ത് മാറ്റി വെച്ചേക്കുക കണ്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയാ? വാദി അൽ ബൈല. മദീനയിൽ നിന്ന് ഹറമിന്റെ അടുത്തുനിന്ന് 35 കിലോമീറ്റർ വെളിയിൽ. ഹറമിന്റെ അടുത്തുനിന്ന് 35 കിലോമീറ്റർ. ചരിത്രപ്രധാനമായ സ്ഥലമൊന്നും അല്ല. നീ പറഞ്ഞോടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പോകുന്നത് 80. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിക്കുന്നുണ്ട്. ന്യൂട്രാണ് വണ്ടി. ഇതുണ്ടോ കണ്ടോ. അതായത് ഇതിന് ഈ പറഞ്ഞ സംഭവങ്ങൾക്കെല്ലാം തെളിവായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. കൊല്ലത്തുനിന്നുള്ള മിസ്റ്റർ നാസറുദ്ദീൻ, പിന്നെ ഷമീർ എന്ന ആ പുള്ളിയുടെ വൈഫ്, ഉമ്മ, ഇവരെല്ലാം ഇതിന് സാക്ഷികളാണ്. ഈ പറഞ്ഞ സ്ഥലമാണിത്. ഇത് മുൻപ് പിന്നെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ വിവരണം തന്നോണ്ടിരിക്കുന്നത് ഞാൻ ആരാന്നറിയാമല്ലോ, അൻവർ. ഇപ്പൊ നമ്മളെ പല്ലനയുടെ മുത്തും പല്ലനയുടെ സ്വത്തുമായ ഷാനവാസാണ് നമ്മളെ കൂടെ ഉള്ളത്. ഈ സ്ഥലം ഒരു 12 കിലോമീറ്റർ അല്ലേ? 12 കിലോമീറ്റർ ഇതേ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ആ പോകുന്ന വണ്ടി എല്ലാം ഓഫ് ചെയ്താണ് പോകുന്നത്, പോലീസുകാർ ഒഴിച്ച്. പോലീസുകാർ ഓഫ് ചെയ്ത് പോകത്തില്ല. ടൂറിസം പ്ലേസ് ആണ് ഇത്. ടൂറിസം പ്ലേസ് ആണെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇതെല്ലാം മിക്കവാറും എല്ലാം മലകളാണ്. എന്താ ചെകുത്താൻ മലയോ ചിന്നുമല എന്ന് കേരളീയരായ പേരിടാൻ അറിയാൻ വയ്യാത്ത മലയാളികൾ ഇട്ട പേര് ചിന്നുമല. അപ്പോൾ ഇതൊക്കെ അള്ളാന്റെ ഒരു കുതിരത്താണ്. എല്ലാം കണ്ട് അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര മിനിറ്റ് കണ്ട. അപ്പം തന്നെ 100-ലാണ് പോകുന്ന വണ്ടി. വണ്ടി ഓഫാണ്. ന്യൂട്രലാണ് വണ്ടി. വണ്ടിയുടെ മീറ്റർ അറിയണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അറിയത്തുള്ളൂ. വണ്ടി ന്യൂട്രലാണ് പോകുന്നുണ്ടോ. ന്യൂട്രൽ അടക്കുന്നുണ്ടോ. കാലും ഒക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. അവിടെ അങ്ങ് ആരും തൊട്ടിട്ടൊന്നുമില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഈ സ്ഥലത്ത് വരിക തന്നെ വേണം. എങ്കിലേ ഈ സ്ഥലം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. നേരിട്ട് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. മനസ്സിലാവത്തില്ല. ഞാനൊരു വീഡിയോ യൂട്യൂബിലേക്ക് ആഡ് ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ നമ്മളെ പിന്നെ ഗോൾഡൻ മൗണ്ടില്ലേ, സ്വർണ്ണമല, ഹൈലിൽ ഞങ്ങൾ പോയിട്ട് ആ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എത്ര എണ്ണം അറിയാം എന്നെ തെറി വിളിച്ചു. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾ അതിന് വ്യക്തമായ തെളിവ് സഹിതം ഞാൻ അവിടെ നിന്ന് തിട്ടതാണ്. അന്നേരം അതിന് പറഞ്ഞ അതായത് ഇതിന് തെറി വിളിക്കാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞ തെറി വിളിക്കാതിരിക്കണം. അതൊക്കെ വേറൊരു കേസിട്ടുണ്ട്. തെറി വിളിക്കുന്നവര് വിളിക്കും. അതെല്ലാം ഓരോരുത്തരുടെ യുക്തി പോലെ ഇരിക്കും. അതിനൊന്നും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ കാര്യമുണ്ട്. ലോകത്തിൽ ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതൊക്കെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങാനാണ്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴല്ലേ അത് മനസ്സിലായത്. അതെ, ഇനി ശ്രദ്ധിച്ചോണം. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം. വണ്ടി ഇറക്കത്തിലേക്ക് പോവുക. ഇന്ന് നല്ലൊരു കുത്തനെ ഇറക്കാം. ഇവിടെ സ്പീഡ് കൂടേണ്ടതിന് പകരം കുറയും. നമ്മള് 130 വന്നോട്ടെ. സ്പീഡ് കുറഞ്ഞു വരുന്നുണ്ടോ കേട്ടാ. ഇറക്കത്തിൽ സ്പീഡ് കുറയുക, കയറ്റത്തില് സ്പീഡ് കൂടുക. കറക്റ്റ്. സാധാരണ റോഡുകളിൽ നിന്നൊരു വിപരീതമായ രീതിയിലുള്ള അനുഭവമാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്.
വാദിയൽ ബെയ്ല. വാദി എന്നാൽ ഈ താഴ്വര കനാലിനൊക്കെ പറയും. ഇവിടെ ഒരു ഡാം ഉണ്ട്, ആ കാണുന്ന ഡാമാണ്. ഏതാണ് ഡാം? നേരെ കാണുന്ന ഡാം. വെള്ളം ഉണ്ട് അതില്, വെള്ളം കിടക്കുന്നല്ലേ. അഥവാ മഴ പെയ്താൽ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്ന ഒരു ഡാം. ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഡാം. അത്രയാണ്. ഡാം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ഡാം എന്ന് വെച്ചാൽ 162 അടിയുണ്ട് മുല്ലപ്പെരിയാർ. അതിനെ അപേക്ഷിച്ച് ഇതൊരു തോടെന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മളെ പിന്നെ എലന്തര ഫ്രണ്ടിൽ കൂടെ പോകുന്ന കൈത്തോട്. വേറൊരു കാര്യമുണ്ട്, അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതുകൊണ്ട് ഇവിടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അതെ, നമ്മളിൽ നിന്ന് പൂർണ്ണമായി ആകർഷണം പിടുത്തപ്പെടാൻ എന്നതായി കണ്ട സ്പീഡ് കൂടി കുറഞ്ഞു. ആ ഡാം കറക്റ്റ് ഇവിടം വരാം. എവിടാണ് ഇതിന്റെ ആകർഷണം തീരുന്നത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി നിൽക്കുക. ആകർഷണ സ്ഥലം 12 കിലോമീറ്റർ ആണ്. കറക്റ്റ് 12 കിലോമീറ്റർ വരും. കണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കാൻ പോവാ. നമ്മളൊന്നും ചെയ്യണ്ട, തനിയെ നിന്നോളും വണ്ടി. ഇങ്ങോട്ട് കാണാം സ്പീഡോമീറ്റർ ആണ്. കുറഞ്ഞു വരുന്നു. ഇപ്പൊ ലാസ്റ്റ് 0-ലെത്തും. ഇനി നമ്മൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ഗിയർ ഇട്ട് പെട്രോൾ ചെലവാക്കിയേ പറ്റൂ. 12 മീറ്റർ ലാഭം ഉണ്ടായി. 12 കിലോമീറ്റർ. സോറി. ഇത് കേരളത്തിലായിരുന്നു എന്താണ് അന്വറ? കേരളത്തിലാണെങ്കിൽ ഞാനിപ്പോ ഞങ്ങൾക്ക് കോടീശ്വരനാണ്. ഞാൻ അവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും പരിപാടി ചെയ്യും. അപ്പൊ അത് കണ്ടു. ഇത്രയും വന്നത് കൊണ്ടുള്ള ഒരു ഗുണം ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലേ. ഇതാ ഭയങ്കര അത്ഭുതമല്ലേ ഇത്. അപ്പൊ ശരി, അപ്പോൾ ഇത്രയും വിവരണങ്ങൾ തന്നുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണ്. എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൻവർ, ക്യാമറമാൻ ഷാനവാസിനോടൊപ്പം.